കൺട്രോൾ ട്രങ്ക് ലൈനിൽ നേരെ ആലുവേനെ വിളിച്ചിട്ട് പറയുന്നു. അതായത് ഇവിടുന്ന് ഒരാൾ മിസ്സിംഗ് ആയി. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള പോലീസ് ജില്ലകൾക്ക് മെസ്സേജ് കൊടുക്കും. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് മിസ്റ്റേക്ക് ആയാൽ നമ്മളത് ആലുവയിലേക്ക് കൊടുക്കും, തൊട്ടപ്പുറത്ത് കോട്ടയം, ആലപ്പുഴ അവിടേക്ക് കൊടുക്കും. ഇതിൽ സെയിം ഫ്രീക്വൻസിയിൽ തന്നെ 2-3 ചാനൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. ഇത് കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്രങ്ക് ലൈൻ യൂസ് ചെയ്യുന്നത്. ആ പീയൂഷ് എത്രയും പെട്ടെന്ന് പോലീസിൻ്റെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുക. മെസ്സേജ് ക്ലിയർ ആയിരുന്നു. ഓവർ. ഇതിപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഈ സെറ്റുകൾ എന്ന് പറയുന്നത് കൊച്ചി സിറ്റിയിലെ നിലവിൽ പോലീസുകാർ ഉപയോഗിക്കുന്നതാണ്. ഇതിൽ 2 തരത്തിലാണ് ഇപ്പോൾ ഇതിനുള്ളത്. ഒന്ന് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, അനലോഗ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ മുന്നേ ആദ്യം ഉപയോഗിച്ചിരുന്നതാണ് ഈ അനലോഗ് കമ്മ്യൂണിക്കേഷനിലുള്ള ഈ സെറ്റുകൾ. ഇതെന്ന് പറയുമ്പോൾ ഇതിന് ഹാൻഡ് ഹെൽഡ് സെറ്റ് എന്നാണ് പറയുക, അതായത് കയ്യിൽ കൊണ്ട് നടക്കാവുന്ന സെറ്റ്. ഇതിൻ്റെ തന്നെ വേറൊരു രൂപമാണ് ഈ ഇരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് സെറ്റ്. അതെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യിക്കുന്നത്, അതായത് സ്റ്റേഷൻ, പോലീസ് ജീപ്പുകൾ, ഓഫീസ് അങ്ങനെയുള്ളടത്ത് വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം സംസാരിക്കുന്ന ഹാൻഡ് ഹെൽഡ്, ഇതെല്ലാം സംസാരിക്കുന്നത് ഒറ്റ പ്രൊസീജിയർ വെച്ചിട്ടാണ്. അതിനോടൊരു സ്വിച്ച് ഉണ്ട്, PTT സ്വിച്ച്. ഈ സ്വിച്ച് പ്രസ് ടു ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ മാത്രം പ്രസ് ചെയ്യുക. അതിനർത്ഥം സംസാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റിലീസ് ചെയ്യുക. അങ്ങനെയാണ് ഇത് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഓരോ സെറ്റിനും ഓരോ കോൾസേയും നമ്മൾ കൊടുക്കും. അപ്പോൾ ആ കോൾസേയും വിളിച്ചിട്ടാണ് പോലീസുകാർ സാധാരണ സംസാരിക്കുക. അപ്പോൾ നിലവിൽ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഒരു 1-to-1 കമ്മ്യൂണിക്കേഷനും ആൾക്കാർക്ക് ഈ സെറ്റുകളൊന്ന് സുപരിചിതമാകാനും ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ, ഈ സ്വിച്ച് പ്രസ് ചെയ്തിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങുക. സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാലാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായിട്ടും ഓപ്പോസിറ്റ് ഒരാൾക്ക് കിട്ടുകയുള്ളൂ. അതിന് മുന്നേ സംസാരിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഭാഗം കട്ടിങ് ആയിരിക്കും. നമുക്ക് മുഴുവനായിട്ട് ആ മെസ്സേജ് അപ്പുറത്തെ ആളേക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സംസാരിച്ച് നോക്കിയാലോ? ഓക്കെ, സാറിൻ്റെ പേര് എങ്ങനെയായിരുന്നു? പീയൂഷ്. അപ്പോൾ ഞാൻ പീയൂഷ് എന്ന് പറഞ്ഞിട്ട് സാറിനെ വിളിച്ചു തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി സംസാരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ സാറിനെ ഫസ്റ്റ് വിളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പീയൂഷ് ലിതിൻ കോളിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കും. അപ്പോൾ സാറ് പറയേണ്ടത് ലിതിൻ പീയൂഷ് ആൻസറിങ് എന്ന് പറയണം. എന്നാലാണ് സാർ ഇതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുള്ളൂ. പീയൂഷിന് ഞാൻ പറയുന്ന മെസ്സേജ് ക്ലിയർ ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ടോ? ഓവർ. യെസ്, മെസ്സേജ് ക്ലിയർ ആണ്. ആ പീയൂഷ് എത്രയും പെട്ടെന്ന് പോലീസിൻ്റെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുക. മെസ്സേജ് ക്ലിയർ ആയിരുന്നു. ഓവർ. ഓക്കെ, താങ്ക് യു. ക്ലിയർ. ഇങ്ങനെയാണ് നമ്മളിത് സംസാരിക്കുന്നത്. ഈ സെയിം പോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഇനി വരുന്ന ഡിജിറ്റൽ സെറ്റും. ഇതെന്ന് പറയുമ്പോൾ അനലോഗിനേക്കാളും കുറേ ഫീച്ചേഴ്സ് കൂടുതലാണ്. ഇതിൽ സെയിം ഫ്രീക്വൻസിയിൽ തന്നെ 2-3 ചാനൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. പിന്നെ ഒരു സ്പെസിഫൈ ചെയ്തൊരു നമ്പറിലേക്ക് കോൾ ചെയ്യാം. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ഇതും ഇതുപോലെ തന്നെ ടോക്ക് ചെയ്തിട്ട് സംസാരിക്കുന്നതാണ്. പൊതുവേ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതും കാര്യങ്ങളെല്ലാം. കൂടുതൽ ആളുകളുടെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എറണാകുളം കൊച്ചി സിറ്റിയിലെ സെറ്റുകളാണിത്. കൊച്ചി സിറ്റിക്ക് പുറത്ത് ആലുവ റൂറലുണ്ട്, അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൃശ്ശൂർ സിറ്റി അങ്ങനെയുണ്ട്. അപ്പോൾ മറ്റ് ജില്ലകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് പോലീസ് സ്റ്റേഷൻ ഏരിയയിലേക്കൊക്കെ പോകാൻ എങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രങ്ക് ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അതായത് നമ്മൾ പോലീസിൻ്റെ മൊത്തം 21 ജില്ലകളാണുള്ളത്. ഓരോ പോലീസ് ജില്ലയ്ക്കും ഓരോ ഫ്രീക്വൻസി നമ്മൾ അലൗഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ എറണാകുളം ജില്ലയ്ക്ക് ഒരു 140 മുതൽ 180 വരെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിനപ്പുറത്തുള്ള ഫ്രീക്വൻസി അതായത് പോലീസിന് കൊടുത്തിരിക്കുന്ന ഫ്രീക്വൻസിയിൽ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ജില്ലയ്ക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രങ്ക് ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടുന്ന് വിളിക്കുന്നു, അത് നേരെ കൺട്രോളിലേക്ക് നമ്മൾ മെസ്സേജ് കൊടുക്കുന്നു. കൺട്രോൾ ട്രങ്ക് ലൈനിൽ നേരെ ആലുവേനെ വിളിച്ചിട്ട് പറയുന്നു. അതായത് ഇവിടുന്ന് ഒരാൾ മിസ്സിംഗ് ആയി. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള പോലീസ് ജില്ലകൾക്ക് മെസ്സേജ് കൊടുക്കും. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് മിസ്റ്റേക്ക് ആയാൽ നമ്മളത് ആലുവയിലേക്ക് കൊടുക്കും, തൊട്ടപ്പുറത്ത് കോട്ടയം, ആലപ്പുഴ അവിടേക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ ട്രങ്ക് ലൈനിൽ പോയിട്ട് ഇവിടുന്ന് കൺട്രോൾ വിളിച്ചിട്ട് പറയും, ആലുവ അവരോട് ട്രങ്കിൽ വരാൻ പറയും. ഈ മെസ്സേജ് അവർക്ക് കൈമാറും. അപ്പോൾ അവരവിടുന്ന് അവരുടെ ആ മെസ്സേജ് സ്വീകരിച്ചിട്ട് ഇതുപോലെ ലോക്കൽ സെറ്റുകൾക്കെല്ലാം ആ മെസ്സേജ് പാസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സംസ്ഥാനങ്ങളിലേക്കും അങ്ങനെ തന്നെയാവും. ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ ട്രങ്ക് ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലത്തെ മൊത്തം കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്രങ്ക് ലൈൻ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സിറ്റിയിലുമുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ ഈ VVIP മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിങ് അങ്ങനത്തെയൊക്കെ വരുമ്പോൾ നമ്മൾ ട്രങ്കിൽ പോയിട്ട് മെസ്സേജ് കൊടുക്കും. അവരത് അവരുടെ അവിടെയുള്ള എല്ലാ സ്റ്റേഷൻസിനും അത് കൈമാറും.